ബീഹാറിലെ രാഷ്ട്രീയ രംഗത്ത് സംവരണ വിഷയത്തെ ചൊല്ലി ഭരണമുന്നണിയായ എൻഡിഎയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു കഴിഞ്ഞു. ദളിത്, ഒബിസി, ആദിവാസി വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ട് എൻഡിഎ ഘടകകക്ഷികൾ പരസ്യമായ രംഗത്തെത്തിയത് കേന്ദ്ര സർക്കാരിനുമേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ബീഹാർ സർക്കാർ ജാതി സർവേക്ക് ശേഷം കൊണ്ടുവന്ന 65% സംവരണം പട്ന ഹൈക്കോടതി റദ്ദാക്കിയതാണ് പുതിയ രാഷ്ട്രീയ പോരിന് കാരണമായിരിക്കുന്നത്. ഈ നിയമങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംവരണം ആരുടെയും ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ അവകാശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയതോടെ കേന്ദ്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ശക്തമായിട്ടുണ്ട്. നിതീഷ് കുമാറിനെ മാറ്റി ബിജെപിയാണ് ഇപ്പോൾ ബീഹാർ ഭരിക്കുന്നത്. സുപ്രീം കോടതിയുടെ SC/ST ക്രീമി ലെയർ ഉപവർഗീകരണ വിധിക്കെതിരെ മുൻ മുഖ്യമന്ത്രിയും ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവുമായ ജിതിൻ റാം മാഞ്ചിയും പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് ഘടകകക്ഷികളുടെ ഈ നീക്കമെന്നും കാണാൻ സാധിക്കും. നിതീഷ് കുമാർ സർക്കാർ നടപ്പിലാക്കിയ സംവരണ പദ്ധതി പൂർത്തീകരിക്കാൻ രാഷ്ട്രീയ ലോക് മോർച്ചയും ശക്തമായി രംഗത്തുണ്ട്. ബിജെപി നേതൃത്വത്തിന്റെ താൽപര്യങ്ങൾക്കപ്പുറം പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങൾ സംരക്ഷിക്കാൻ സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാനത്തെ ബിജെപി സർക്കാർ നിൽക്കുമ്പോഴാണ് പ്രാദേശിക പാർട്ടികൾ ഒറ്റക്കെട്ടായി ബിജെപിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. സംവരണം എന്നത് ആരുടെയും ഔദാര്യമല്ലെന്നും അത് ഭരണഘടനാപരമായ അവകാശമാണെന്നും ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ വിറയ്ക്കുന്നത് കേന്ദ്രത്തിലെ ബിജെപി നേതൃത്വം തന്നെയാണ്. ബീഹാർ സർക്കാർ ജാതി സർവേക്ക് ശേഷം കൊണ്ടുവന്ന 65% സംവരണം പട്ന ഹൈക്കോടതി റദ്ദാക്കിയത് കേവലം ഒരു ജനകീയ വിധി മാത്രമല്ല. കോടതി ഇടപെടലുകളിൽ നിന്നും സംവരണത്തെ പൂർണ്ണമായും സംരക്ഷിക്കാൻ ഈ നിയമങ്ങൾ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിനു കൂടിയുള്ള പരോക്ഷമായ അംഗീകാരമാണ്. ചിരാഗിന്റെയും സഖ്യകക്ഷികളുടെയും ഉറച്ച ആവശ്യം പ്രതിപക്ഷത്തിന്റേതിന് ഒപ്പം ചേർന്ന് നിൽക്കുന്നുമുണ്ട്. ജന്തർ മന്ദറിലെ സംവരണ വിരുദ്ധ സമരങ്ങളെ ചൂണ്ടിക്കാട്ടി ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി സംവരണം എടുത്തു കളയാൻ സാധിക്കില്ലെന്നും അതിൽ ഒരു പുനഃപരിശോധന പോലും അനുവദിക്കില്ലെന്നും ചില നേതാക്കന്മാർ പറയുന്നുണ്ട്. സംസ്ഥാനത്തിന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഒബിസി, ദളിത്, ആദിവാസി വോട്ട് ബാങ്കുകളെ ഒപ്പം നിർത്താൻ എൻഡിഎ ഘടകകക്ഷികൾ സംവരണ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കൃത്യമായ സൂചനയാണ് ഈ നീക്കങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്കായി നിതീഷ് കുമാർ സർക്കാർ കൊണ്ടുവന്ന 65% സംവരണം പുനഃസ്ഥാപിക്കാൻ ശക്തമായി പോരാടുമെന്ന് എൻഡിഎയിലെ മറ്റൊരു പ്രധാന ഘടകകക്ഷിയായ രാഷ്ട്രീയ ലോക് മോർച്ചയുടെ നേതാവ് ഉപേന്ദ്ര കുശ്വാഹയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാർ ജാതി സർവേയുടെ അടിസ്ഥാനത്തിൽ വിഭാവന ചെയ്ത ഈ സംവരണ പദ്ധതി കോടതി ഇടപെടലിലൂടെ തടസ്സപ്പെട്ടെങ്കിലും നിതീഷ് കുമാർ തുടക്കം കുറിച്ച ഈ സാമൂഹിക നീതിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എൻഡിഎ ഘടകകക്ഷികൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഉപേന്ദ്ര പറയുന്നുണ്ട്. സംവരണ വിഷയത്തിൽ സഖ്യകക്ഷികൾ ഒന്നിച്ച് ഇത്തരമൊരു ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് ബിജെപി നേതൃത്വത്തിനുമേൽ വലിയ പാരയായി തന്നെ വന്നു ഭവിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ SC/ST ഉപവർഗീകരണ വിധിക്കെതിരെ ജിതിൻ റാം മാഞ്ചി പരസ്യമായി രംഗത്തെത്തിയത് എൻഡിഎക്കുള്ളിൽ വിടവ് കൂടുതൽ വ്യക്തമാക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു. വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഒബിസി, ദളിത് വിഭാഗങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഈ നേതാക്കൾ സ്വന്തം കേന്ദ്ര സർക്കാരിനെ പോലും വെല്ലുവിളിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ പൊട്ടിത്തെറികൾക്ക് വരെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ബിജെപി മാറ്റി നിർത്തി പ്രാദേശിക പാർട്ടികൾ ബീഹാർ ഭരണം ലക്ഷ്യം വെച്ച് മുന്നിട്ടിറങ്ങുന്നതിന് സൂചനകളാണ് കണ്ടുവരുന്നത്.